ഇളമഞ്ഞിന്റെ കുളിർ മലയാള സിനിമാ ഗാനരംഗത്തിന് പകർന്നു നൽകിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ഇളമഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, നാടൻ പാട്ടിന്റെ മടിശീല, ആഷാഢമാസം എന്നു തുടങ്ങി മലയാളികൾ ഓർത്തുവെക്കുന്ന ഒരു പിടി ഗാനങ്ങൾക്ക് പിന്നിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. മലയാള ഗാനരചയിതാക്കളിൽ പകരം വെക്കാനില്ലാത്ത കവി. MP ശ്രീനിവാസൻ, G ദേവരാജൻ, MS ബാബുരാജ് തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ കൂടി ചേർന്നപ്പോൾ അവിടെ പിറന്നത് മലയാള സിനിമയിലെ എക്കാലത്തും ഓർത്തുവെക്കാവുന്ന ഒരു പിടി ഗാനങ്ങളായിരുന്നു. 1947 കുട്ടനാട്ടിലെ മങ്കൊമ്പ് ഗ്രാമത്തിലാണ് ജനനം. ചെറുപ്പം മുതൽ കവിതയെ സ്നേഹിച്ച ഗോപാലകൃഷ്ണൻ 1970 മദ്രാസിലെത്തിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. നാടകഗാനങ്ങൾക്കും ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി. 1971 പുറത്തിറങ്ങിയ വിമോചന സമരം എന്ന സിനിമയിലൂടെയാണ് സിനിമാ മേഖലയിലേക്കുള്ള കടന്നുവരവ്. ദുഃഖവും പ്രണയവും വിരഹവുമെല്ലാം അദ്ദേഹത്തിന്റെ വരികളിലൂടെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തി. കവി, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 200-ലേറെ മലയാള സിനിമകളിലായി 700-ലേറെ ഗാനങ്ങൾ രചിച്ചു. 10-ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ നിന്ന് അദ്ദേഹം സിനിമാ ഗാനങ്ങൾ മൊഴിമാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പഴയ തലമുറയ്ക്കൊപ്പം മില്ലേനിയൻസിനും ജെൻസിക്കും പരിചിതമാണ് അദ്ദേഹത്തിന്റെ വരികൾ. ബാഹുബലി, ധീര, ഈച്ച തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങളുടെ വിജയത്തിനു പിന്നിലും അദ്ദേഹത്തിന്റെ വരികളായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.